ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 20 മുതൽ 27 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ എലീഷയുടെ ഭൃത്യനായ ഗഹസി നാമാൻ്റെ പിറകെ ചെല്ലുന്നതാണ്. നാമാൻ കുഷ്ഠരോഗം സുഖപ്പെട്ട് നന്ദി പറഞ്ഞ് എലീഷ യാതൊരു പ്രതിഫലവും വാങ്ങിക്കാതെ, ഒരു സമ്മാനം വാങ്ങിക്കാതെ പറഞ്ഞയക്കുന്നു. അപ്പോൾ എലീഷയുടെ ഭൃത്യൻ ഗഹസി ഇങ്ങനെ ചിന്തിച്ചു: എൻ്റെ യജമാനൻ നാമാനിൽ നിന്നൊന്നും സ്വീകരിക്കാതെ വിട്ടയച്ചിരിക്കുന്നു. എൻ്റെ കർത്താവാണ്, ഞാൻ പുറകെ ചെന്ന് അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കും. അവൻ നാമാൻ്റെ പിന്നാലെ ഓടി. തൻ്റെ പിന്നാലെ ആരോ വരുന്നത് കണ്ട് നാമാൻ രഥം നിർത്തി അവനെ സ്വീകരിക്കുവാൻ വേണ്ടി രഥത്തിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഗഹസി ഇപ്രകാരം പറഞ്ഞു: എഫ്രായിം മലനാട്ടിൽ നിന്ന് പ്രവാചക ഗണത്തിൽപ്പെട്ട 2 യുവാക്കൾ എന്നെ സമീപിച്ചിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 വിശേഷ വസ്ത്രങ്ങളും കൊടുത്തയക്കണമെന്ന് എൻ്റെ യജമാനൻ പറഞ്ഞിരിക്കുന്നു. നാമാൻ 1 താലന്തിന് പകരം 2 താലന്ത് വെള്ളിയും 2 വിശേഷ വസ്ത്രങ്ങളുമായി ചാക്കുകളിലാക്കി 2 ഭൃത്യന്മാരുടെ തോളിൽ വെച്ചു കൊടുത്തു. ഗഹസിക്ക് മുൻപേ അവർ നടന്നു. അവർ മലമുകളിലെത്തി. വീട്ടിൽ അവ സ്വീകരിച്ച് ഗഹസി ഭൃത്യന്മാരെ പറഞ്ഞയച്ചു. ഗഹസി എലീഷയുടെ മുൻപിലെത്തിയപ്പോൾ എലീഷ ചോദിച്ചു: നീ എവിടെയായിരുന്നു? എലീഷ പറഞ്ഞു: അങ്ങയുടെ ദാസൻ ഇവിടം വിട്ട് ഒരിടത്തും പോയിട്ടില്ല, ഇവിടെ ഉണ്ടായിരുന്നു. എലീഷ പറഞ്ഞു: നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്ന് നാമാനെ ഇറങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു. നീ ഇപ്പോൾ അത് വാങ്ങിച്ചത് ശരിയായോ? പ്രിയ സഹോദരങ്ങളെ, എലീഷ അവനോട് പറയുന്നത് എങ്ങനെയാണ്? പണവും വസ്ത്രവും മുന്തിരിത്തോട്ടവും ഒലിവുതോട്ടവും ദാസീദാസന്മാരും ആടുമാടുകളെയും സ്വീകരിക്കുവാൻ പറ്റിയ സമയമായിരുന്നു. നിനക്ക് നാമാൻ്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതികൾക്കും അവസാനം വരെ ഉണ്ടായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നാമാൻ്റെ കുഷ്ഠം ഗഹസിക്ക് ലഭിച്ചു. അവൻ എലീഷ പ്രവാചകന്റെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോയി. ദൈവപുരുഷന് കൊടുക്കുന്ന സമ്മാനങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ അത് എനിക്ക് സ്വന്തമാക്കണം എന്ന് വിചാരിച്ച് പിന്നാലെ പോവുകയാണ്. അവിടെ അവനോട് ചോദിക്കുന്ന 6 കാര്യങ്ങളുണ്ട്. ഈ 6 കാര്യം ഇന്നും പ്രസക്തമാണ്. ശുശ്രൂഷയിലൂടെ ഒരാൾക്കൊരു അനുഗ്രഹം ലഭിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ഒന്നും ചോദിച്ചു വാങ്ങിക്കരുത് എന്നുള്ള ഒരു സന്ദേശം അതിനകത്തുണ്ട്. പണം, വസ്ത്രം, മുന്തിരിത്തോട്ടം, ഒലിവുതോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ, 6 കാര്യങ്ങളാണ് പറയുക. ഇന്ന് പ്രാർത്ഥിച്ച് ഒരു സഹോദരൻ വന്ന് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ സ്ഥലം വയ്ക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആ സഹോദരൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്ഥലം വയ്ക്കുമ്പോൾ അതിൻ്റെ 1% അല്ലെങ്കിൽ 2% എനിക്ക് തരണം. ഇപ്പോൾ
ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുമ്പോൾ അതിന് പ്രതിഫലമാണ് ആദ്യമേ ശുശ്രൂഷൻ ചോദിക്കുക. എല്ലാ ശുശ്രൂഷകർക്കും ഇതൊരു മുന്നറിയിപ്പായി മാറട്ടെ. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ഹിതം ആരായുകയും ഒരുവനെ കർത്താവിൻ്റെ സന്ദേശം സ്വീകരിച്ച് പറഞ്ഞു കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. പ്രതിഫലമല്ല മുമ്പിൽ നിൽക്കേണ്ടത്, കർത്താവിൻ്റെ സന്ദേശമാണ്. ഇവിടെ നാമൻ കർത്താവിനെ ഭൂമുഖത്ത് ഇസ്രായേലിൻ്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഏറ്റുപറയുന്ന ഒരു അവസരം നമ്മൾ കണ്ടു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മളെ സമീപിക്കുന്ന ഓരോ വ്യക്തികൾക്കും കൊടുക്കേണ്ടത് ദൈവത്തെയാണ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയാശ്രയ മാതാവെ, എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.